ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലൂക്കോസ് 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗെന്നസറേത്ത് തടാകത്തിലേക്ക് ഇറങ്ങിക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിനാകൊണ്ടിരിക്കാൻ 2 പടകുകാർക്ക് അതിൽ നിന്ന് നാം കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ സിംഹനുള്ളതായ ഉള്ളിൽ അവൻ കയറി കരുതി അപ്പോൾ നീക്കണം എന്ന് അവരോട് അറിയിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ സിംഹനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കുന്നതിന് വല എടുക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് സിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുക്ക് മീൻ കൊട്ടമറപ്പെട്ടു വല കീറായി. അവർ മറ്റേ പടങ്ങിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വെച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങമാറാകൂടും നിറച്ചു. സീമോൻ പത്രോസ് മറുകണ്ടു യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകുകൊണ്ട് എന്ന് വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻ പിടിച്ചത് അവനും അവനോട് കൂടിയുള്ളവർക്ക് എല്ലാവർക്കും സംരംഭം പിടിച്ചിരുന്നു. സീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സകല മക്കൾക്കും അവൻ നൽകി. യേശു സീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടത്തി അടുപ്പിച്ചിട്ട് സകലം വിട്ട് അവരെ അനുഭവിച്ചു. കർത്താവിന്റെ ശിഷ്യനായ പത്രോസും മറ്റ് ചിലരും കർത്താവിനെ പിൻപറ്റാനായിട്ട് ഇടയായ മുഖാന്തരമായ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ശിമോൻ പത്രോസിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് അവൻ കർത്താവിനെ ഒരു അളവിൽ പിൻപറ്റിയവനാണ്. യോഹന്നാന്റെ സുവിശേഷം ആദ്യ ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലും കർത്താവിനെ അനുഗമിക്കാനായിട്ട് അവർ പുറപ്പെട്ട കാര്യം വായിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഒരുപക്ഷെ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു കാണും. എന്നാൽ വീണ്ടും പഴയ തൊഴിൽ തുടർന്നുകൊണ്ടിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. എന്നാൽ ഈ ഭാഗത്താണ് പൂർണ്ണമായിട്ട് അത് മുഴുവൻ വിട്ട് ഒരിക്കൽ എന്നേക്കുമായി കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഇവിടെ പലരുടെ കാര്യം പറയുന്നുണ്ട്, സബദി മക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശിമോൻ പത്രോസ് ആണ് ഇവിടുത്തെ പ്രധാന ആള് എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. കർത്താവ് ശിമോൻ പത്രോസിനെ പിടിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവനെ ചേർക്കാനായിട്ടാണ് കർത്താവ് ഇവിടെ ആ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ 1-ാം വാക്യത്തിൽ അവൻ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ, ഗലീല കടൽ തന്നെയാണ് ഈ ഗെനസരേത്ത് തടാകം എന്ന് പറയുന്നത്. തിബെരിയോസ് കടൽ എന്നും പറയും. ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. അവിടെ ആ തടാകത്തിന്റെ കരയിൽ കർത്താവ് വന്ന് നിൽക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചു. എന്തിനാ കർത്താവ് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത്? കർത്താവിന് എത്രയോ സ്ഥലങ്ങളുണ്ട് പോകാനും പ്രസംഗിക്കാനും. ഈ തടാകത്തിന്റെ കരയിൽ കർത്താവ് വന്ന് നിൽക്കുകയാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? പ്രസംഗിക്കാനായിട്ട് മാത്രം നിൽക്കുകയാണോ? പ്രസംഗിക്കാൻ വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, എവിടെ വേണേലും കർത്താവിന് പ്രസംഗിക്കാം. എന്നാൽ ഈ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ ആ പർട്ടിക്കുലർ ടൈം, ആ പ്രത്യേക സമയത്ത് അവൻ വന്ന് നിൽക്കുന്നത് എന്തിനാണ്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, ശിമോനെ പിടിക്കാനായിട്ട് നിൽക്കുകയാണ്. ആ പർട്ടിക്കുലർ സമയത്ത്, ആ പ്രത്യേക സമയത്ത് അവിടെ അവൻ വന്ന് നിൽക്കുന്നത് ശിമോനെ വിളിക്കാൻ വേണ്ടിയാണ്, പത്രോസിനെ പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് കർത്താവ് വന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ വഴി നടക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരാളുടെ വേഷത്തിൽ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് കർത്താവ് വന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളിൽ കൂടെ കർത്താവ് വന്ന് നിന്ന് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ രക്ഷിക്കപ്പെടാനും ദൈവമക്കളാകാനും ഇടയായത്. ഏതെങ്കിലുമൊക്കെ സമയത്തിൽ അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. മറ്റാരിലെങ്കിലും കൂടെയൊക്കെ നമ്മോട് സംസാരിക്കുന്ന, നമ്മെ കരുതുന്ന, സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ വഴി കർത്താവ് നമ്മുടെ വഴിയരികിൽ, നമ്മുടെ വീട്ടിൽ, നാം ആയിരുന്ന ഇടങ്ങളിലൊക്കെ കർത്താവ് വന്ന് നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ നമ്മെ ഓരോരുത്തരെയും പിടിച്ചത്.
ഇവിടെ വളരെ വലിയൊരു അത്ഭുതം നടന്നു. അതെന്താണെന്ന് നമുക്കറിയാം. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. കർത്താവ് ചെയ്ത അനേക അത്ഭുതങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. എന്നാൽ ആ പല അത്ഭുതങ്ങളും ഈ അത്ഭുതവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമാണ്. കർത്താവ് ചെയ്ത മിക്ക അത്ഭുതങ്ങളും ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് കർത്താവിൻ്റെ അടുക്കൽ വന്നതിനുള്ള പ്രതികരണമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണമായിട്ട് കാനാവിലെ കല്യാണ വീട്, എന്തിനാണ് അവിടെ അത്ഭുതം ചെയ്തത്? അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാറ്റും കോളും കടലിൽ വന്നു, ശിഷ്യന്മാരെ മുങ്ങുമാറായി നിലവിളിച്ചു. അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എന്തിനാ പ്രവർത്തിച്ചത്? ആ ക്രൈസിസ് സിറ്റുവേഷൻ സോൾവ് ചെയ്യാനാണ്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുരുടനെ സൗഖ്യമാക്കി. എന്തിനാ ചെയ്തത്? അവർ നിലവിളിച്ചു, ദാവീദ് പുത്രാ കരുണയുണ്ടാകണേ, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിക്ക അത്ഭുതങ്ങളും നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും ഒരു പ്രശ്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുവാനും പരിഹരിക്കുവാനും, അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥനയ്ക്ക് പ്രതികരണമായിട്ടാണ് കർത്താവ് ചെയ്തിട്ടുള്ള മിക്ക അത്ഭുതങ്ങളും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടുത്തെ ഈ മീൻപിടുത്തത്തിന്റെ ഒരു വലിയ അത്ഭുതമാണ്, ഈ അത്ഭുതത്തിൽ ഇത് രണ്ടുമില്ല. ക്രൈസിസ് സിറ്റുവേഷൻ ഇല്ല, പ്രത്യേകിച്ച് അവിടെ പ്രതിസന്ധി ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അവരെ മീൻ പിടിക്കാൻ രാത്രി മുഴുവൻ നോക്കി കിട്ടിയില്ല. അത് പല ദിവസങ്ങൾ അങ്ങനെ ഉണ്ടായി കാണും. അത് വലിയൊരു പ്രതിസന്ധിയല്ല. മുക്കുവരെ സംബന്ധിച്ച് ഇന്നൊന്നും കിട്ടിയില്ലെന്ന് പറയുന്നത് വലിയൊരു ജീവിത പ്രതിസന്ധി അല്ല. അത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ പെട്ടൊരു കാര്യമാണ്. അപ്പോൾ പ്രത്യേകിച്ചൊരു പ്രതിസന്ധി ഇല്ല. രണ്ട്, ഇവിടെ ആരും കർത്താവിനോട് ആവശ്യപ്പെടുന്നില്ല. പത്രോസ് പറയുന്നില്ല, കർത്താവെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, അതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങൾക്ക് ഇന്നൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മീൻ പിടിക്കാൻ ഒരു മാർഗം, നീ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണേ എന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി പരിഹരിക്കാനോ ആരുടെയെങ്കിലും സഹായ അഭ്യർത്ഥനയ്ക്ക് മറുപടി ആയിട്ടോ അല്ല കർത്താവ് ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പോൾ ചോദ്യം, പിന്നെ എന്തിനാ അത്ഭുതം പ്രവർത്തിച്ചത്? ഈ രണ്ട് സാഹചര്യങ്ങളില്ല, പിന്നെ എന്തിനാ അത്ഭുതം പ്രവർത്തിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞ മറുപടിയിലേക്ക് വീണ്ടും മടങ്ങി വരിക. എന്തിനാ അത്ഭുതം പ്രവർത്തിച്ചത്? പത്രോസിനെ പിടിക്കാനായി, ശിമോനെ പിടിക്കാനായിട്ടാണ്. ആരും ആവശ്യപ്പെടാതെ, പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയോ പ്രശ്നമോ ഇല്ലാതെ താനായിട്ട് തന്നെ ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചത് ശിമോനെ പിടിക്കാൻ വേണ്ടിയാണ്. ഈ അത്ഭുതം കണ്ടാണ് ശിമോൻ കവിണ്ണു വീഴുകയും കർത്താവിനോട് നിലവിളിക്കുകയും കർത്താവിനെ പിന്നീട് പിൻപറ്റാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, കർത്താവ് ശിമോനെ പിടിക്കാനായിട്ട് അടുത്തുകൂടി വന്നിരിക്കുകയാണ്. ആ കടൽക്കരയിൽ അവൻ നിൽക്കുകയാണ്. അവിടെ വലിയൊരു അത്ഭുതം അവൻ പ്രവർത്തിക്കുകയാണ്. എന്തിനാ? ശിമോനെ പിടിക്കണം, അവനെ തൻ്റെ ശിഷ്യനാക്കണം, തൻ്റെ കൂടെ കൊണ്ടുപോകണം. അതിനുവേണ്ടി കർത്താവ് വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രയോ ശരിയാണ്. ഏതെല്ലാം നിലകളിൽ കൂടെ കർത്താവ് നമ്മുടെ അടുത്ത് വന്നു. നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. എന്തിനാ അതൊക്കെ ചെയ്തത്? നമ്മെ തന്നിൽ വിശ്വസിക്കുന്നവരായി, ആശ്രയിക്കുന്നവരായി നമ്മെ തീർക്കുവാൻ, അവനെ പിൻപറ്റുന്നവരായി നമ്മെ തീർക്കാൻ കർത്താവ് ഈ ശിമോനോട് ഏർപ്പെട്ടതുപോലെ നമ്മോടും ഏർപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കർത്താവ് അവിടെ നിന്നു, ആളുകൾ വചനം കേൾക്കാനായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം, ശിമോനുള്ളതായ പടകിൽ അവൻ കയറി. ഒരു സാധാരണ സംഭവമായിട്ട് തോന്നും അല്ലേ? പ്രസംഗിക്കാനായിട്ട് ശിമോന്റെ പടക അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അതിലൊന്ന് കയറിയെന്നേ ഉള്ളൂ. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ശിമോന്റെ പടകിൽ കർത്താവ് കയറിയത് കൊണ്ട് ശിമോന്റെ ഡെസ്റ്റിനി മാറി. അവന്റെ ജീവിതം മുഴുവൻ മാറി. അവന്റെ ഭാവി മാറി. നാം ഇന്ന് അറിയുന്ന ശിമോനായി, അല്ലെങ്കിൽ പത്രോസായി അവൻ തീർന്നു. അതിന്റെ കാരണം എന്താ? കർത്താവ് അവന്റെ പടകിൽ കയറി. ശിമോൻ ആവശ്യപ്പെട്ടുകൊണ്ട് കയറിയതല്ല, കർത്താവായിട്ട് കയറിയതാണ്. ശിമോനെ പിടിക്കാൻ, ശിമോനെ ആകർഷിക്കാൻ, തൻ്റെ പിന്നാലെ വരുന്നവനായി തീർക്കാനായിട്ട് കർത്താവ് ശിമോന്റെ പടകിൽ കയറി. ശിമോന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് അത്. കർത്താവ് ശിമോന്റെ പടകിൽ കയറി. ബാക്കി ഉണ്ടായ സംഭവമൊക്കെ ആ പടകിൽ കയറി കഴിഞ്ഞ് അതോടുള്ള ബന്ധത്തിലുണ്ടായ സംഭവങ്ങളാണ്. നമ്മുടെയും ജീവിതമാകുന്ന പടകിൽ കർത്താവ് കയറുവാൻ പ്രസാദിച്ചതാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരാൻ കാരണമായി തീർന്നു.
കർത്താവ് നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു? നമ്മൾ എവിടെയാകുമായിരുന്നു? നാം ആരാകുമായിരുന്നു? നാം ഇന്നായിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ നിലയിൽ നാം ആയിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കർത്താവ് കയറി എന്നുള്ളതാണ്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണത്. നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കർത്താവ് കയറി കഴിഞ്ഞ് ആ പടകിൽ ഇരുന്നു കൊണ്ട് ആളുകളെ ഉപദേശിക്കുക. അതാണ് നമ്മൾ വായിക്കുന്നവൻ ഉപദേശിച്ച് അവരോട് പല കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നാൽ വീണ്ടും പഴയ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്താ പ്രധാന അജണ്ട? ഉപദേശിക്കുക എന്നുള്ളതല്ല പ്രധാന അജണ്ട, പ്രധാന പരിപാടി. പത്രോസിനെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാന പരിപാടി. അതിന്റെ കൂട്ടത്തിലുള്ള പരിപാടികളാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, അവനെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോന്റെ നേരെ തിരിഞ്ഞു. അതിനാ വന്നിരിക്കുന്നത്. അവൻ ജനത്തോട് വചനം പറഞ്ഞു കഴിഞ്ഞ് ശിമോന്റെ നേരെ തിരിയുക. എന്നിട്ട് ശിമോനോട് പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ ജനത്തോട് സംസാരിച്ചു. എന്നാൽ ജനത്തോട് സംസാരിച്ചു കഴിഞ്ഞ് കർത്താവിന്റെ പ്രധാന മിഷനിലേക്ക് പ്രവേശിക്കുക. അത് ശിമോനെ പിടിക്കുക എന്നുള്ളതാണ് പ്രധാന മിഷൻ. ആ പ്രവൃത്തിയിലേക്ക് കർത്താവ് പ്രവേശിച്ചു. ശിമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അവിടെ ശിമോൻ പറയുന്ന മറുപടി 5-ാമത്തെ വാക്യത്തിലുണ്ട്, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പത്രോസ് ഉള്ള കാര്യം പറയുക, രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. നമുക്കറിയാം, രാത്രിയാണ് മീൻ കിട്ടുന്നത്. നേരം വെളുത്തു കഴിഞ്ഞാൽ, അതായത് ഈ സമയത്ത് മീൻ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാത്ത മീൻ വെട്ടം വെച്ച് കഴിഞ്ഞ് വെളിച്ചത്തിൽ കിട്ടാൻ അല്ലെങ്കിലും കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അത് ആർക്കറിയാം? അത് പത്രോസിന് നന്നായിട്ട് അറിയാം. ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ന്യായമായിട്ട് ഇനി വലയിടുക എന്ന് പറയുന്നത് ബുദ്ധികേടായ ഒരു കാര്യമാണ്, യാതൊരു പ്രയോജനവും ഇല്ലാത്ത കാര്യമാണ്. പകൽ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ മീൻ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇരുട്ടിൽ രാത്രിയിലാണ് മീൻ അവൈലബിൾ ആയിരിക്കുന്നത്. ആ സമയത്ത് കിട്ടിയില്ല, പിന്നെയാണോ വെട്ടം വെച്ച് കഴിഞ്ഞ് ഇവിടെ മീൻ കിട്ടാനായിട്ട് പോകുന്നത്? പത്രോസ് ആ കാര്യം കർത്താവിനോട് ഉണർത്തിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നാം നോക്കുമ്പോൾ ഒരു തച്ചൻ അല്ലെങ്കിൽ ആശാരിപ്പണിക്കാരൻ മീൻപിടുത്തക്കാരനെ മീൻ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉപദേശിക്കുക. യാതൊരു നിലയിലും പൊരുത്തമില്ലാത്തൊരു കാര്യമാണ്. തച്ചൻ എങ്ങനെയാണ് മീൻപിടുത്തത്തെ കുറിച്ച് അറിയാവുന്നത്? എവിടെ മീൻ കിട്ടും, എപ്പോൾ കിട്ടും? തച്ചന് യാതൊരു പിടുത്തം ഉണ്ടാകാൻ സാധ്യതയില്ല. അതറിയാവുന്നത് പത്രോസിനാണ്. അവൻ മീൻപിടുക്കാരനാണ്, അവനത് നന്നായിട്ട് അറിയാം. എന്നാൽ തച്ചനായ യേശു മീൻപിടിക്കാരനായ പത്രോസിനെ ഉപദേശിക്കുകയാണ്, നീ ഇന്നതുപോലെ ചെയ്താൽ നിനക്ക് മീൻ ലഭിക്കും, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറയുന്ന വാക്ക് എങ്കിലും എന്ന് പറഞ്ഞാൽ എന്താ? എങ്കിലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇനി പകൽ നേരം വെട്ടം വെച്ച് കഴിഞ്ഞ് അധ്വാനിച്ചാൽ ഒന്നും കിട്ടാൻ സാധ്യതയുമില്ല. എന്നാൽ നീ പറഞ്ഞത് കൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് പോകുകയാണ്. നീ പറഞ്ഞത് കൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് പോകുകയാണ്. ഇവിടെ കോമൺ സെൻസ് അനുസരിച്ച്, അതായത് സാമാന്യ ബുദ്ധി അനുസരിച്ച് കർത്താവ് പറഞ്ഞത് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ കോമൺ സെൻസിനെതിരെയാണ് കർത്താവ് പറഞ്ഞ കാര്യം. എങ്കിലും അതനുസരിക്കാനായിട്ട് പത്രോസ് തീരുമാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ചില കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക്, കർത്താവ് പറയുന്ന നടത്തുന്ന ചില വഴികൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നിരക്കുന്നതല്ല എന്ന് നമുക്ക് തോന്നാം. എന്നാൽ നമുക്ക് എല്ലാം മനസ്സിലാകുന്നതുകൊണ്ടല്ല കർത്താവിനെ അനുസരിക്കേണ്ടത്. കാനാവിലെ കല്യാണ വീട്ടിൽ നിങ്ങൾക്കറിയാം, വീഞ്ഞ് പോരാതെ വന്നപ്പോൾ അവര് ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു.
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട് അത് വീഞ്ഞാക്കി കഴിഞ്ഞല്ല അവരോട് കൊണ്ടുപോയി വിളമ്പാൻ പറഞ്ഞു. വെള്ളം നിറച്ചിട്ട് പറയാണ് നിങ്ങൾ ഇത് കൊണ്ടുപോയി വിളമ്പാൻ. അതും ഒരു കണക്കിന് ചിന്തിച്ചാൽ എന്തോ ഒരു മണ്ടത്തരം അല്ലേ? വെള്ളം കൊണ്ടുപോയി വിളമ്പാനും. ഈ വെള്ളം കൊണ്ടുപോയി വിളമ്പിയാൽ അടി കിട്ടും. വെള്ളം വീഞ്ഞാക്കി കഴിഞ്ഞല്ല ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത്. വെള്ളം നിറച്ചു കഴിഞ്ഞപ്പോൾ പറയാണ് ഇത് കൊണ്ട് കൊടുക്കാൻ. അവിടെയും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണെന്ന് തോന്നും. എന്നാൽ ആ ശിഷ്യന്മാർ ആ ആളുകൾ അതനുസരിച്ചു, അതിൻ്റെ ഫലമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, we must obey God even when it doesn't make sense. നമ്മുടെ സാമാന്യ ബുദ്ധി അനുസരിച്ച് നിരക്കാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത് എന്ന് തോന്നിയാലും കർത്താവിനെ അനുസരിക്കാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. കർത്താവാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് പത്രോസ് അനുസരിക്കുകയാണ്. ബുദ്ധിക്ക് നിരക്കുന്നതായോണ്ടല്ല. കർത്താവിന്റെ ഉപദേശം നല്ല ഉപദേശമായിട്ട് തോന്നാൻ ഒരു സാധ്യതയില്ല മുക്കുവനെ സംബന്ധിച്ച്. അങ്ങനെയൊക്കെ ആണെങ്കിലും കർത്താവ് പറഞ്ഞു എന്നുള്ള ഏക കാരണത്താൽ പത്രോസ് അനുസരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബുദ്ധിക്കും ആലോചനയ്ക്കും നിരക്കാത്ത ചില കാര്യങ്ങളായിരിക്കും കർത്താവ് പറയുന്നത്. എന്നാൽ കർത്താവാണ് അത് പറയുന്നത്, അവനാണ് വെളിച്ചം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് അതനുസരിക്കാനായിട്ട് നാം മനസ്സ് വെക്കേണ്ടതാണ്. മറ്റ് യാതൊരു എക്സ്ക്യൂസും ഒഴികഴിവും അവിടെ പറയേണ്ടതായിട്ട് ഇല്ല. നിന്റെ വാക്കിന്, നീയാണ് പറഞ്ഞതെങ്കിൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ, 6-ാം വാക്യം, അതനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. പ്രിയപ്പെട്ടവരെ, അവർ അങ്ങനെ ചെയ്തപ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. എങ്ങനെ ചെയ്തപ്പോൾ? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ. നമ്മുടെ ജീവിതത്തിലും അത് പറയാൻ സാധിക്കണം. കർത്താവ് പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബുദ്ധിക്ക്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിട്ട് തോന്നുന്നില്ല, ഇത് നല്ലൊരു ഐഡിയ ആയിട്ടും തോന്നുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത് നോക്കുക. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഒബീഡിയൻസ് ഓൾവേസ് ബ്രിങ്സ് ബ്ലെസ്സിങ്സ്. അനുസരണം എപ്പോഴും അനുഗ്രഹം വിളിച്ച് വരുത്തുന്നതാണ്. അനുസരണം എപ്പോഴും അനുഗ്രഹം വിളിച്ച് വരുത്തുന്നതാണ്. ഇവിടെ പത്രോസ് അനുസരിച്ചു, അതിൻ്റെ അനുഗ്രഹം അവിടെ ലഭിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ അതിനിടയ്ക്ക് കയറി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് ശേഷം കർത്താവിനെ അനുഗമിക്കാനായിട്ട് പോവുകയാണ്. വലയും പടവും ഒക്കെ വിട്ട്, ജോലിയൊക്കെ വിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പോവുക. ഈ കർത്താവിനെ അനുഗമിച്ചാൽ അവരുടെ ചെലവ് എങ്ങനെ നടക്കും, എങ്ങനെയായിരിക്കും അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്, അതിനെക്കുറിച്ചും പത്രോസിന് സംശയത്തിന് ആവശ്യമില്ലാതെ വണ്ണം ഒരു അത്ഭുതമാണ് കർത്താവ് ഇവിടെ കാണിച്ചത്. കർത്താവിനെ അനുസരിച്ചാൽ നിനക്ക് വേണ്ട എല്ലാ പ്രൊവിഷനും സമൃദ്ധിയായി കർത്താവ് തന്നുകൊള്ളും എന്നുള്ളൊരു സൂചന കൂടെ ഈ പ്രവൃത്തിയിൽ ഉണ്ടെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇതെല്ലാം വിട്ട്, പടക് വിട്ട്, തൊഴിൽ വിട്ട്, മീൻപിടുത്തം വിട്ട് ഇനി അവൻ കർത്താവിനെ അനുഗമിക്കാൻ പോകുകയാണ്. എന്നാൽ അങ്ങനെ അനുഗമിച്ചാൽ, അനുസരിച്ചാൽ നിന്റെ എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിൽ നിന്ന് കർത്താവ് നിറവേറ്റിക്കൊള്ളും എന്നുള്ള ഒരു വലിയ വാഗ്ദത്തം, അതിനുള്ള ഒരു സൂചന കൂടെ ഇവിടെ കർത്താവ് നൽകുകയാണ്. When Jesus directs our work, we see results. നമ്മുടെ വേലകളെ കർത്താവ് നിയന്ത്രിക്കുമ്പോൾ, നയിക്കുമ്പോൾ നാം ഫലം കാണും. ഇതിനാ ശുശ്രൂഷയെക്കുറിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഏത് ശുശ്രൂഷയാണെങ്കിലും കർത്താവാണ് ശുശ്രൂഷയെ നയിക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ ഗൈഡൻസ് പ്രകാരം, അതായത് നിയന്ത്രണ പ്രകാരമാണ് നാം ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നത് എന്ന് വന്നാൽ, കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് വന്നാൽ അതിന് ഫലം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇവര് കർത്താവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു, അതുകൊണ്ട് വളരെ ഫലമുണ്ടായി. പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. മാത്രമല്ല, ഭാവിയിൽ ഇനി സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചാലും, കർത്താവിനെ അനുസരിച്ചാണ് അവനെ അനുഗമിക്കുന്നതെങ്കിൽ, അവന്റെ വിളിക്ക് ചെവി കൊടുത്തിട്ടാണ് അവനെ അനുഗമിക്കുന്നതെങ്കിൽ, നിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ
കർത്താവ് മതിയായവനാണ് എന്നുള്ളൊരു പാഠം കൂടെ ഒരു പക്ഷേ കർത്താവിയുടെ പത്രോസിന് നൽകുകയായിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ അനുഗ്രഹം ലഭിച്ചപ്പോൾ വല കീറാറായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് എപ്പോഴും നൽകുമ്പോൾ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണമാണ് നൽകുന്നത്. ഇത്രയും മീൻ്റെ ആവശ്യം അന്ന് അവർക്ക് ഉണ്ടായിരുന്നോ? ഇത്രയും മീൻ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇത്രയും മീൻ കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. കുറച്ച് മീൻ കിട്ടിയാൽ മതിയായിരുന്നു. ഈ വല കീറുമാറ് അവർക്കിനി എടുത്താൽ പൊങ്ങാത്ത നിലയിൽ മീൻ കൊടുത്തു. എന്താ അങ്ങനെ കൊടുത്തത്? കർത്താവ് ഒരു കാര്യം ചെയ്യുമ്പോൾ അവന്റെ നിലയ്ക്കനുസരിച്ച് ചെയ്യാൻ ഒക്കൂ. അല്പമായിട്ട് 2 മത്തിയും 1 പൂഞ്ഞാനും ഒരു കൊഴുവായും കൊടുക്കാൻ കർത്താവിനെ കൊണ്ടൊക്കെയില്ല. അതല്ല, അവൻ കൊടുക്കുമ്പോ വല കീറാറാകുവോളം 2 പടകിലും നിറഞ്ഞ പടകം മുങ്ങുമാറാകുന്ന നിലയിലാണ് അവൻ കൊടുക്കുന്നത്. നാം കർത്താവിനെ അനുസരിക്കുമ്പോൾ കർത്താവ് നമ്മെ കരുതുന്നത് കേവലം നമ്മുടെ ആവശ്യമനുസരിച്ച് മാത്രമല്ല, അവന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണമാണ്. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി, എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ അടുത്ത് തൻ്റെ രാജ്യത്തെ ദരിദ്രനായ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹമാണ്, അതിനെന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, നിന്റെ ടർബൻ തലയിൽ കെട്ടുന്ന ആ തുണി അങ്ങോട്ട് വിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ ആ തുണി അവിടെ വിരിച്ചു. എന്നിട്ട് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു, ട്രഷറിയിൽ നിന്ന്, അതായത് നിക്ഷേപഗ്രഹങ്ങളിൽ നിന്ന് വെള്ളി നാണയങ്ങളും പൊന്ന് നാണയങ്ങളും നിങ്ങൾ കൊണ്ട് ഇതിനകത്ത് ഇടാൻ പറഞ്ഞു. അപ്പോൾ ചക്രവർത്തിയുടെ കൽപ്പന അനുസരിച്ച് അവര് വെള്ളി നാണയങ്ങളും പൊന്നാണയങ്ങളും കൊട്ടപ്പൊടി കൊണ്ട് ഇതിനകത്ത് ഇടുക. കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യൻ പറഞ്ഞു, എൻ്റെ തമ്പുരാനെ, എനിക്ക് ഇത് ധാരാളം മതി, എൻ്റെ മോളെ കെട്ടിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ധാരാളം മതി. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞെന്നാണ് പറയുന്നത്, നിനക്കത് മതി, പക്ഷെ എനിക്കത് പോരാ. ഞാൻ തരുമ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡിനെ തരാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ അനുസരിക്കുകയും സ്നേഹിക്കുകയും പിൻപറ്റുകയും ചെയ്താൽ അവൻ തരുന്നതിന്, അവൻ സഹായിക്കുന്നതിന് അതിരില്ല. കേവലം ഒത്തിരി പണം കിട്ടുമെന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് അനുഗ്രഹമാണെങ്കിലും ധാരാളമായി അമർത്തി കുലുക്കി സമൃദ്ധിയായി ആണ് കർത്താവ് നൽകുന്നത്. ഈ അഖിലാണ്ടത്തെ തന്നെ ഒന്ന് നോക്കുക, ഈ ക്രിയേഷനെ തന്നെ നോക്കിക്കേ. ദൈവമാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്. ദൈവം എന്തിനാ ഇത്രയും സൃഷ്ടിച്ചത്? നക്ഷത്രങ്ങളുടെ കാര്യം എടുക്കുക. ഇത്രയും നക്ഷത്രം എന്തിനാ ഉണ്ടാക്കി? നമുക്ക് മുകളിലോട്ട് നോക്കുമ്പോൾ കാണാൻ ഒരു 100 നക്ഷത്രം അത് പോരായിരുന്നു. അനേക നക്ഷത്രങ്ങളുടെ വെളിച്ചം ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ അത്. നമ്മൾ കാണാത്ത, ആരും കാണാത്ത കോടാനുകോടി നക്ഷത്രം ഇനിയും കിടക്കുക. അതെന്തിനാ ഇത്രയും ഉണ്ടാക്കിയിട്ട്? ഈ ലോകത്തിലെ ജീവജാലങ്ങളെ നോക്കുക, ക്ഷുദ്രജീവികളെ തന്നെ, ചെറിയ പ്രാണികളെ തന്നെ നോക്കുക. ഇത്രയും പ്രാണി എന്തിനാ ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയാമോ? 1000കണക്കിന് സ്പീഷീസ് ആണ് പ്രാണികൾ. ഒരു ഈച്ചയും ഒരു പാറ്റയും പിന്നെ ഒരു കൊതുകും അത്രയും പോരായിരുന്നോ? എന്തിനാ ഈ 1000കണക്കിന് ഇൻസെക്ട്സിനെ ഉണ്ടാക്കിയത്? എന്തിനാ ഇത്ര അധികം ഉണ്ടാക്കിയത്? ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ കുറച്ചുണ്ടാക്കാൻ പറ്റുകയില്ല. അവൻ ദൈവമായതുകൊണ്ട് അവൻ ഉണ്ടാക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുണ്ടാക്കാൻ പറ്റുകയില്ല. ഫലവൃക്ഷങ്ങൾ നോക്കുക, കിഴങ്ങുവർഗ്ഗങ്ങൾ നോക്കുക, മൃഗങ്ങൾ നോക്കുക, ഇത്രയധികം എന്തിനാ ഉണ്ടാക്കിയേ? ഒരു മാങ്ങയും ചക്കയും പൈനാപ്പിളും ഏത്തപ്പഴം ഉണ്ടായിരുന്നേ നമുക്ക് പോരായിരുന്നു, ഇത്രയധികം വേണമായിരുന്നു. അവൻ ഇതിനേക്കാൾ കുറച്ചുണ്ടാക്കാനൊക്കെ ഇല്ല. ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം അത് ചെയ്യുമ്പോൾ അവന്റെ നിലവാരത്തിലേ അത് ചെയ്യാൻ ഒക്കൂ. ഇതിനേക്കാൾ കുറഞ്ഞൊരു സൃഷ്ടി ദൈവത്തിന് ഒക്കുകയല്ല. കാരണം അവൻ ദൈവമായതുകൊണ്ട് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, അവന്റെ ജ്ഞാനം, അവന്റെ കഴിവ്, അവന്റെ അറിവ്, അതിന്റെ വ്യാപ്തിക്കൊത്തവണ്ണേ ദൈവത്തിന് ചെയ്യാൻ ഒക്കൂ. അത് അഖിലാണ്ടത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിലും അത് ശരിയാണ്. ദൈവത്തെ നാം അനുസരിക്കുകയും അവൻ പറയുന്നത് നാം കേട്ട് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം നിലയിലാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, ദൈവം സഹായിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. 23-ാം സങ്കീർത്തനം തുടങ്ങുന്നത് യഹോവ ഇടയനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ഒടുവിലത്തെ വാചകം നമുക്കറിയാം. ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, നന്മയും കരുണയും
എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. യഹോവയെ ഇടയനാക്കി വെച്ചാൽ നന്മയും കരുണയും പുറകെ വരുമെന്നാണ്. നമുക്കറിയാം, മനുഷ്യരെല്ലാം നന്മയും കരുണയും അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോവുക. എങ്ങനെ കുറച്ച് കാശുണ്ടാക്കാം, എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം, എങ്ങനെ അനുഗ്രഹം ലഭിക്കും, അതോർത്ത് മനുഷ്യൻ ഈ നന്മയുടെയും കരുണയുടെയും പുറകെ പോവുക. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയെ ഇടയനാക്കിയാൽ നന്മയും കരുണയും നിന്റെ പുറകെ വരും. ഒരിക്കലും ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിരുന്ന അനേക ദൈവദാസന്മാരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവരിൽ അനേകർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയാം ആ കാര്യങ്ങൾ. വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ചറ്റക്കുടലുകളിലാണ് താമസിച്ചത്, വളരെ മാറാനായിട്ട് വസ്ത്രം ഉണ്ടായിരുന്നില്ല, വളരെ കഷ്ടപ്പെട്ടാണ് അവരിൽ അനേകരും ജീവിച്ചത്. എന്നാൽ പിൽക്കാലത്ത് ദൈവത്തെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്ത അനേകരുടെ തലമുറകളെ, കുടുംബങ്ങളെ എടുത്തു നോക്കിയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, നന്മകളാണ് ദൈവം അവർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉപദേശിമാരുടെ മക്കളെ ഇപ്പൊ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ പ്രയോഗമാണ്. ഉപദേശിമാരുടെ മക്കളെ ഇപ്പൊ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഓടുക, ഇത് പുറകെ ചൊല്ലി, അയ്യോ ഇതൂടെ കൊണ്ടുപോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞത്, സമൃദ്ധിയായി വല കീറുമാറാകും വണ്ണം പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. കർത്താവിനെ അനുസരിച്ചതുകൊണ്ട് ഏറ്റവും വലിയ ഒരു കാര്യം അവിടെ ദൈവം കർത്താവ് കാണിക്കുകയാണ്. നാം വായിക്കുന്നത്, അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അത് നല്ലൊരു കാര്യമാണ്. അനുഗ്രഹങ്ങൾ വളരെ ആയപ്പോൾ അത് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ഒക്കെയില്ല എന്നുള്ളത് കൊണ്ട് മറ്റേവരെ കൂടെ മാടി വിളിച്ചു. ഞാൻ മറ്റേവരെ കൂടെ വിളിച്ചാൽ ഈ മീൻ കിട്ടിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അവർക്കൂടെ ആയിപ്പോകുമോ എന്ന് പേടിച്ച് വിളിക്കാതിരുന്നില്ല. അങ്ങനെയുണ്ട് ആളുകൾ. അവരെ കൂടെ വിളിച്ച് അവരെ കൊണ്ടുകൂടെ വലിപ്പിച്ചാൽ ഒടുവിൽ ഇതിന്റെ ക്രെഡിറ്റ് അവർക്കൂടെ ആയിപ്പോകുമെന്ന് വിചാരിച്ച് ചിലര് വേറെ ആരെയും വിളിക്കില്ല, അവര് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്നതായിട്ടില്ല. ശിമോൻ അങ്ങനെ ശ്രമിച്ചില്ല. മറ്റേവരും കൂടെ വന്ന ഈ മീനൊക്കെ അവരും കൂടെ ഒക്കെ ഇതിനകത്ത് പങ്കുകാരായ ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് പോകും എന്ന് ശിമോൻ പത്രോസ് വിചാരിച്ചില്ല. പാർട്ട്ണർഷിപ്പ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ വേലയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, കൃപാവരങ്ങൾ, അത് നാം പൂൾ ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കർത്താവിന് വേല ചെയ്യുന്നത്. ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവ് കാണും, ചിലർക്ക് ഓർഗനൈസ് ചെയ്യാൻ കഴിവ് കാണും, ചിലർക്ക് മറ്റു ചില കഴിവുകളായിരിക്കും. അവരെല്ലാവരും ഒരുമിച്ച് ആണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് തന്നെ എല്ലാ മഹത്വവും കിട്ടണം, ഞാനാണ് പ്രധാനി എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്ന് നമ്മൾ ആരും ചിന്തിക്കേണ്ടതായിട്ടില്ല. നാം എല്ലാവരും ഒരുമിച്ചാണ് കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോകേണ്ടത്. ഇവിടെ പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു. പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. When you obey God, God blesses you in abundance, but your boat will never sink. നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ മുങ്ങുമാറാകുന്നുണ്ട് പടക്, അതുപോലെ അനുഗ്രഹിക്കും. പക്ഷേ നീ മുങ്ങിപ്പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. നിന്റെ ബോട്ട് ഒരിക്കലും മുങ്ങിപ്പോകുകയില്ല. നാം അടുത്തതായി കാണുന്ന വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട്, കണ്ടിട്ട് ഈ മീനിന്റെ പെരുത്തക്കൂട്ടം കണ്ടിട്ട്, ഈ അത്ഭുതം കണ്ടിട്ട് ശിമോന് മനസ്സിലായി ഇത് വലിയൊരു അത്ഭുതമാണ്. മീൻ ഇപ്പോൾ കിട്ടാൻ ഒരു സാധ്യതയില്ലെന്ന് നന്നായിട്ട് അറിയാവുന്നതിനാണ് ശിമോൻ. ആ സാഹചര്യത്തിലാണ് ഇത്രയധികം മീൻ കിട്ടിയത്. അതാണ് അവിടുത്തെ മിറക്കിൾ എന്ന് പറയുന്നത്, അവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്. ഈ അത്ഭുതം കണ്ടപ്പോൾ ശിമോന് മനസ്സിലായി, കർത്താവിനെ അവന് നേരത്തെ തന്നെ അറിയാം, എങ്കിലും കർത്താവ് ആരാണ്, കർത്താവിന്റെ മഹത്വം ഒന്നുകൂടെ വെളിപ്പെടുവാൻ, ആ കർത്താവിനെ വലിയവനായിട്ട് ഒന്നുകൂടെ കാണുവാൻ ശിമോന് സാധിച്ചു. ഈ അത്ഭുതം കണ്ട് അവൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. അവൻ കർത്താവിനോട് പറഞ്ഞു, കാൽക്കൽ വീണ്ടും പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ട് പോകണമേ. അവൻ കർത്താവിന്റെ മഹത്വം കണ്ടു എന്ന് മാത്രമല്ല, അവൻ ഒരു കാര്യം കൂടെ കണ്ടു, അവന്റെ പോരായ്മയും കൂടെ കണ്ടു. കർത്താവിന്റെ മഹത്വം കാണുന്ന എല്ലാവരും അവരവരുടെ പോരായ്മയും കൂടെ കാണും. ദിവസത്തിൽ അനേക തെളിവുകളുണ്ട്, നമുക്കറിയാം. യശയ്യാ 6 അധ്യായത്തിൽ ഉയർന്ന മുങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ, യഹോവയെ കണ്ടപ്പോൾ യെശയ്യാവ് അവന്റെ പോരായ്മ കണ്ടു. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചപ്പാട്, ദർശനം, ദൈവത്തിന്റെ മഹത്വം ഇയ്യോബ് ദർശിച്ചപ്പോൾ അവൻ ദൈവസന്നിധിയിൽ
പൊടിയിൽ കിടന്ന് അനുദപിക്കാനായിട്ട് കാരണമായി തീർന്നു. ദൈവത്തെ ആരെല്ലാം അവരുടെ മഹത്വത്തിൽ കാണുമോ, കാണാൻ ഒക്കുന്ന മഹത്വത്തിൽ കാണുമോ, അവര് ദൈവമഹത്വം ദർശിക്കുമെന്ന് മാത്രമല്ല, അവരുടെ കുറവ്, അവരെത്ര അയോഗ്യരാണ്, എത്ര കുറവുള്ളവരാണ് എന്ന് മനസ്സിലാക്കാനായിട്ടും കൂടെ ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തെ കാണേണ്ടതുപോലെ നാം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ കുറവുണ്ട്, നാം എത്രയോ കൊള്ളരുതാത്തവരാണ്, നാം എത്രയോ ബലഹീനരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൻ കർത്താവിനോട് പറയാണ്, യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ ഒടുവിൽ പറയുകയാണ്, കർത്താവ് ശിമോനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. കർത്താവ് എന്താ പറയുന്നത്? ഞാൻ വന്നത് നിന്നെ വിട്ടുപോകാനല്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരണ്ടായിരുന്നു. ഞാൻ ഈ കടൽക്കര വന്ന് നിന്ന് എന്തിനാ? നിന്നെ കൊണ്ട് പോകാനാ നിന്ന്. ഞാൻ നിന്റെ ബോട്ടിൽ കയറിയത് എന്തിനാ? നിന്നെ കൊണ്ടുപോകാനാ. ഞാൻ ജനത്തോട് സംസാരിച്ചു തീർന്നു കഴിഞ്ഞ് നിന്നോട് സംസാരിച്ച് എന്തിനാ? നിന്നെ കൊണ്ടുപോകാനാണ്. നിന്റെ മുമ്പിൽ ഈ വലിയ അത്ഭുതം ഞാൻ കാണിച്ചു എന്തിനാ? നിന്നെ കൊണ്ടുപോകാനാ. പത്രോസ് പറഞ്ഞു, എന്നെ വിട്ടു പോകണമേ. കർത്താവിനോട് പറയാണ്, നിന്റെ അയോഗ്യത എന്നെ പിൻപറ്റുന്നതിനൊരു തടസ്സമാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ ധൈര്യപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്. നമ്മൾ ആരും യോഗ്യരായോണ്ടല്ല കർത്താവിനെ പിൻപറ്റുന്നത്. നമ്മുടെ യോഗ്യത കൂടുതൽ കൊണ്ടല്ല നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത്. നാമെല്ലാം അയോഗ്യതയുള്ളവരാണ്. എന്നാൽ നമ്മുടെ അയോഗ്യത കർത്താവിനെ പിൻപറ്റുവാൻ ഒരിക്കലും ഒരു തടസ്സമല്ല. അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തു. ഇവിടെ കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലൊക്കെ ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ കർത്താവ് പറയുന്നത് മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്നല്ല, മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ്. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. നിന്നെ ആക്കുമെന്നാണ്. കർത്താവ് ആക്കുമ്പോഴാണ് നമ്മൾ ആകുന്നത്. നമ്മുടെ അയോഗ്യതകൾ, കുറവുകൾ കർത്താവിനെ പിൻപറ്റുന്നതിന് ഒരു തടസ്സമായിരിക്കണം. നമ്മിൽ പലരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ പല അയോഗ്യതകൾ ഉണ്ടായിട്ടുണ്ട്, പല കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അരുതാത്ത പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ മഹത്വത്തിന് മുമ്പിൽ വീഴുവാൻ, അനുദപിക്കുവാൻ, നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ നാം മനസ്സ് വെക്കുമെങ്കിൽ നമ്മുടെ യാതൊരു അയോഗ്യതയും കർത്താവിനെ പിൻപറ്റുവാനായിട്ട് അയോഗ്യതയായി ചിന്തിക്കേണ്ടതായിട്ടില്ല. അവൻ പറയുന്നത്, നീ മനുഷ്യരെ പിടിക്കും, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നീ നിൽക്കും, ഞാൻ നിന്നെ നിൽക്കുമാറാക്കും. പത്രോസ് പറഞ്ഞു, നീ എന്നെ വിട്ട് പോകണമേ. കർത്താവ് പറയാണ്, ഞാൻ പോകാം, പക്ഷേ ഞാൻ നിന്നെ കൊണ്ടേ പോകും. ഞാൻ പോകും, പക്ഷേ ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. നിന്നെ കൊണ്ട് പോകാനാണ് ഞാൻ ഇതുവഴി വന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ വരണ്ടായിരുന്നു, നിന്റെ ബോട്ടിൽ കയറണ്ടായിരുന്നു, നിന്നോട് സംസാരിക്കണ്ടായിരുന്നു, ഈ അത്ഭുതം നിന്റെ മുമ്പിൽ കാണിക്കണ്ടായിരുന്നു. ഞാനിതെല്ലാം കാണിച്ചതും ചെയ്തതും നിന്നെ എൻ്റെ കൂടെ കൊണ്ടുപോകാനാണ്. നമ്മുടെ ആരുടെയും അയോഗ്യതകൾ കർത്താവിനെ പിൻപറ്റുന്നതിനൊരു തടസ്സമില്ല. അനുസരിക്കാൻ നമുക്ക് മനസ്സാണെങ്കിൽ, കീഴ്പ്പെടുവാൻ മനസ്സാണെങ്കിൽ, അവനെ പിൻപറ്റുവാൻ നമുക്ക് മനസ്സാണെങ്കിൽ, നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ കർത്താവിന് മനസ്സാണ് എന്നുള്ള ആ വലിയ പാഠം നാം ഇവിടെ പഠിക്കുകയാണ്. ഇവിടെ പത്രോസ് കർത്താവിനെ വിളിക്കുന്ന 2 പേരുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. 5-ാമത്തെ വാക്യത്തിൽ നാഥ എന്നാണ് പത്രോസ് വിളിക്കുന്നത്. ഇനി 8-ാമത്തെ വാക്യത്തിൽ കർത്താവേ എന്ന്. നാഥ എന്ന് പറയുന്ന ആ വാക്ക് ഒരു യഹൂദ റബ്ബിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരു മാസ്റ്റർ, ഒരു ഗുരു. ആദ്യം കർത്താവിനെ അങ്ങനെയാണ് സംബോധന ചെയ്തത്. എന്നാൽ ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, യജമാനനാണ്, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. പത്രോസിന്റെ ആ അഡ്രസ്സിങ് തന്നെ, സംബോധന തന്നെ മാറുകയാണ്. കേവലം ഒരു ഗുരുവായിട്ട് കർത്താവിനെ കണ്ട പത്രോസ് കർത്താവിന്റെ മഹത്വവും അത്ഭുതവും ദർശിച്ചപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി അവനെ കർത്താവായിട്ട് കാണുകയാണ്. The name changes from master to the Lord.
നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കാണേണ്ടതുപോലെ നാം കണ്ടാൽ അവനോടുള്ള നമ്മുടെ മനോഭാവം വളരെ മാറും. അവനെ കർത്താവായി, സകലത്തിൻ്റെയും നിയന്ത്രിതാവായി, സകലത്തെയും ഭരിക്കുന്നവനായി, എൻ്റെ ജീവിതത്തിൻ്റെ യജമാനനായി കാണാനായിട്ട് കഴിയും. എന്നെ വിട്ട് പോകണമേ എന്ന് പറഞ്ഞവനോട് കർത്താവ് പറയാണ്, നീ മനുഷ്യരെ പിടിക്കുന്നവനാണ്. ഇന്ന് മുതൽ നീ എൻ്റെ ശിഷ്യനായിരിക്കും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ തന്നെ വേറെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു വഴിക്ക് പോകുമ്പോൾ തൻ്റെ തൊപ്പി, താൻ തലയിൽ വെച്ചിരുന്ന തൊപ്പി താഴെ പോയി. അപ്പോൾ ഒരു സോൾജർ, ഒരു പടയാളി ആ തൊപ്പി എടുത്ത് തനിക്ക് കൊടുത്തു. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, താങ്ക് യു ലെഫ്റ്റനന്റ്. ലെഫ്റ്റനന്റ് എന്ന് പറഞ്ഞ ഓഫീസറാണ്, നിങ്ങൾക്കറിയാം. സാധാരണ ശിപ്പായിയാണ് ഈ തൊപ്പി എടുത്ത് കൊടുത്തത്. പക്ഷെ ആ തൊപ്പി എടുത്ത് കൊടുത്തപ്പോൾ അവൻ ആരായി? ലെഫ്റ്റനന്റ് ആയി. ആ ഒറ്റ നിമിഷം കൊണ്ട് അവൻ ലെഫ്റ്റനന്റ് ആയി. ഇവിടെ പത്രോസ് വെറും മീൻപിടിക്കാരനായി, പരാജയം മാത്രം മുതൽക്കൂട്ടുള്ളവനായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ആ ഒരു നിമിഷത്തിൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും, ഞാൻ നിന്നെ അങ്ങനെ ആക്കി തീർക്കും എന്നുള്ള ആ വാചകത്തിൽ അവന്റെ സ്റ്റാറ്റസ് മുഴുവൻ ചേഞ്ചായി. ഒരു നിമിഷം കൊണ്ട് പത്രോസിന്റെ സ്റ്റാറ്റസ് ചേഞ്ചായി. അവൻ ആരായി തീർന്നു? കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായി തീർന്നു. ഏറ്റവും വലിയ ഒരു അപ്പോസ്തലനായി തീർന്നു. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാകുന്ന പോലെ ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന താക്കോൽ ലഭിക്കുന്നവനായി തീർന്നു. മാത്രമല്ല, തിരുവെഴുത്തിൽ ചില ലേഖനങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ എഴുതി നമുക്ക് നൽകത്തക്കവണ്ണം ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവനായി തീർന്നു. എപ്പോഴാണ് സംഭവിച്ചത്? ഒറ്റ നിമിഷത്തിൽ. തൊപ്പിയെടുത്ത് കൊടുത്ത നിമിഷത്തിൽ ശിപ്പായി ലെഫ്റ്റനന്റ് ആയി. കർത്താവിനെ അനുഗമിക്കാൻ അവൻ തീരുമാനിച്ച നിമിഷത്തിൽ, നീ മനുഷ്യരെ പിടിക്കുന്നവരാകും, നിന്നെ ആക്കുമെന്ന് കർത്താവ് പറഞ്ഞ ആ നിമിഷത്തിൽ പത്രോസിന്റെ ഭാവി മുഴുവൻ വ്യത്യാസപ്പെട്ടു. അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. അവന്റെ സ്റ്റാറ്റസ് വ്യത്യാസപ്പെട്ടു. അവൻ വലിയ അപ്പോസ്തലനായി തീർന്നു. ജാതികൾക്ക് സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന് കൊടുക്കുന്നവനായി തീർന്നു. അടുത്തായിട്ട് നമ്മൾ വായിക്കുന്നത്, പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലവും വിട്ട് അനുഗമിക്കാൻ യോഗ്യനാണ് ഇവനെന്ന് പത്രോസിന് പൂർണ്ണ ബോധ്യമായി. ഈ അത്ഭുതം കണ്ടതോടുകൂടെ ഇവൻ സാധാരണക്കാരനല്ല. നേരത്തെ അതിനത് മനസ്സിലായിട്ടുണ്ട് ഒരളവിൽ. എന്നാൽ ഈ അത്ഭുതം കണ്ടതോടുകൂടെ സകലവും വിട്ട് അനുഗമിക്കാൻ യോഗ്യനാണിവൻ എന്നുള്ള ബോധ്യം പത്രോസിനുണ്ടായി. ഒരു നിമിഷത്തിൽ അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ സകലവും വിട്ട് അവനെ അനുഗമിക്കാൻ പോകുക. എൻ്റെ പിതാവ്, നിങ്ങൾ പലർക്കും അറിയാം, തൻ്റെ 16-ാമത്തെ വയസ്സിൽ സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം വായിച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. യാക്കോവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അത്രയും നാളും അതിൽ തന്നെ ആയിരുന്നു. 16-ാമത്തെ വയസ്സിൽ സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം വായിച്ച് തൻ രക്ഷിക്കപ്പെടാനിടയാണ്. 18-ാമത്തെ വയസ്സിൽ സൈമൺ സാറിന്റെ ഒരു പ്രസംഗം കേട്ടാണ് കർത്താവിനെ പിൻപറ്റാനായിട്ട് തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ വീട്ടുകാരോ തൻ്റെ കുടുംബത്തിലൊന്നും ആരും ഈ വഴിയിലൊന്നുമില്ല. താനെ വീട്ടിൽ 18 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന് ഓർക്കണം, വീട്ടിലൊരു എഴുത്തെഴുതി വെച്ചു. ആ എഴുത്ത് വീട്ടിൻ്റെ മുൻവശത്ത് എഴുതി വെച്ചിട്ട് വീട് വിട്ട് ഇറങ്ങി പോവുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആ എഴുത്ത് പിന്നീട് എൻ്റെ കിട്ടി. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടാവും ഒറിജിനൽ എഴുത്ത്. അതൊക്കെ പൊടിഞ്ഞൊക്കെ പോകാറായി, എന്നാലും ഒറിജിനൽ എഴുത്ത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. ആ എഴുത്തിൽ കർത്താവ് എന്നെ വിളിച്ചെന്നും ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോവുകയാണെന്നും ഇവിടുത്തെ സ്വത്തും വീടും ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെയാണ് എഴുത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു നീണ്ട എഴുത്താണ്. ഒരു വലിയ ഫുൾ സ്കാപ്പിൻ്റെ 2 സൈഡുണ്ട്. ആ എഴുത്തിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്.
ഒടുവിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി ജീവിച്ചുവെങ്കിലും ഇന്ന് ഇത്ര കോടി, ഒരു കണക്ക് മലയാള അക്കത്തിലാണ്, അത്രയ്ക്ക് എനിക്ക് അറിയത്തില്ല, ഇത്ര കോടി ഇത്ര ലക്ഷം ആളുകൾ അവനിൽ സകലവും ഉള്ളതായി കണ്ടിരിക്കുന്നു, ഞാനും കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവന്റെ പിന്നാലെ പോകുന്നു. കർത്താവിനെ അനുഗമിക്കാനുള്ള ന്യായം. ഞാൻ എന്തുകൊണ്ട് അവന്റെ പിന്നാലെ പോകുന്നത്? അനേക കോടികൾ ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി ജീവിച്ചെങ്കിലും ഇന്ന് ഇത്ര കോടി ഇത്ര ലക്ഷം ആളുകൾ അവനിൽ സകലവും ഉള്ളതായി കണ്ടിരിക്കുന്നു, ഞാനും കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവന്റെ പിന്നാലെ പോകുന്നു. കർത്താവിനെ അനുഗമിക്കാനുള്ള തീരുമാനം ചെയ്യാനുള്ള കാരണം സകലവും അവനിൽ ഉള്ളതായി ഞാൻ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നാം അനുഗമിക്കാനുള്ള കാരണം അതായിരിക്കണം. ഫണ്ട് കിട്ടുമെന്ന് വിചാരിച്ചല്ല, പ്രസംഗം ഏത് കിട്ടുമെന്ന് വിചാരിച്ചല്ല, വേറെ ഏതെങ്കിലും മാന്യത ലോകത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചല്ല. കർത്താവിനെ അനുഗമിക്കുന്നതിന് ഒറ്റ കാരണം ഉണ്ടാകാൻ പാടില്ല. ഐ ഹാവ് സീൻ മൈ എവ്രിതിങ് ഇൻ ഹിം. എൻ്റെ സകലവും ഞാൻ അവനിൽ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ പോകുന്നു. പത്രോസിന്റെ സകലവും കർത്താവിൽ ആ നിമിഷം കാണുകയാണ്. അവൻ ആരാണെന്ന് മനസ്സിലായി, തൻ്റെ കുറവുകളെക്കുറിച്ച് തനിക്ക് ബോധ്യമുള്ളവനായി തീർന്നു. എന്നാൽ സകലവും വിട്ട് അനുഗമിക്കാൻ മതിയായൊരു പുരുഷനാണിവൻ എന്നുള്ള ആഴമേറിയ ബോധ്യം പത്രോസിനെ പിടിച്ചപ്പോൾ സകലവും വിട്ട് അവൻ കർത്താവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ അനുഗമിച്ചത് കൊണ്ട് എന്തെല്ലാം നന്മകളുണ്ടായി. പത്രോസിനെ ലോകം അറിഞ്ഞു. പിൻപറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും പത്രോസിനെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അപ്പോസ്തലൻ ഉണ്ടാകില്ലായിരുന്നു. ഈ പത്രോസ് ഇന്ന് ആയിരിക്കുന്ന ആ സ്റ്റാറ്റസിൽ ഒരിക്കലും താൻ എത്തുകയില്ലായിരുന്നു. കർത്താവ് അവന്റെ പടകിൽ കയറിയത് കൊണ്ട്, തന്നെത്താൻ അവന് വെളിപ്പെടുത്തിയത് കൊണ്ട്, ആ ബോധ്യം പത്രോസ് ലഭിച്ചത് കൊണ്ട് അവന്റെ ഡെസ്റ്റിനി തന്നെ മാറി. അവന്റെ ഭാവി അവന്റെ ചരിത്രം മുഴുവനും മാറി. നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ അറിയാനും പിൻപറ്റാനും അവന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാനും അവനെ സകലത്തിനും സകലവുമായി കണ്ട് പിൻപറ്റുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഡെസ്റ്റിനി മുഴുവൻ മാറും, നമ്മുടെ ജീവിതം മുഴുവൻ മാറും. എത്രയോ വലിയൊരു സത്യമാണ്. വേറെ ഒരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിലല്ല. കർത്താവിനെ സകലത്തിന് സകലവുമായി ഞാൻ കണ്ടിരിക്കുന്നു, ഞാൻ അവന്റെ പിന്നാലെ പോകുന്നു. വേറെ ഒരു കാരണവും വേണ്ട അവന്റെ പിന്നാലെ പോകുവാൻ. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതമാകുന്ന പടകിൽ കയറാൻ അവൻ കൂട്ടാക്കിയല്ലോ. നാം ആയിരുന്ന ഇടത്ത് അവൻ വന്ന് നിന്നല്ലോ. നമ്മുടെ മുമ്പിൽ അവൻ അത്ഭുതം ചെയ്തല്ലോ. അവൻ നമ്മോട് സംസാരിച്ചല്ലോ, നമ്മുടെ നേരെ തിരിഞ്ഞല്ലോ. നീ എന്നെ വിട്ടു പോ, ഞാൻ പാപിയായൊരു മനുഷ്യനെന്ന് പറഞ്ഞപ്പോ നമ്മെ വിട്ടു പോയില്ലെന്ന് മാത്രമല്ല, ഞാൻ പോകും, പക്ഷേ ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ കർത്താവ് പോയി. പക്ഷേ പത്രോസിനെയും കൊണ്ടാണ് പോയത്. നമ്മുടെ ജീവിതത്തിലും അതേ കാര്യം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് ചെയ്തു. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ശിഷ്ടായുസ് അവനെ സ്നേഹിച്ചും മാനിച്ചും ഭയപ്പെട്ടും അവന്റെ പിന്നാലെ നമുക്ക് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.